ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ G4 ടെക് എ സി ചാനലിലോട്ട് സ്വാഗതം. കൂടുതലും ഞാൻ ഈ ചാനലിൽ എ സിയുടെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കത് ഫേസ്ബുക്കിലോ എവിടെയാണെങ്കിലും ഷെയർ ചെയ്യാം. ഇത് സാംസങ്ങിൻ്റെ എ സി റിമോട്ടിനെ പറ്റി ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ ഇതെന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇത് നമ്മുടെ സാധാരണ എ സി റിമോട്ടാണ്. ഓക്കെ, ഇത് ഓഫ് ഓൺ സ്വിച്ച് എല്ലാവർക്കും അറിയാം. പിന്നെ മോഡ് ബട്ടൺ ഞാൻ പറയാം. ആദ്യമേ ഇത് എന്നാന്ന് പറയാം. ഈ ബട്ടൺ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിലൊന്നും വലിയ പിടുത്തമില്ല ഇത് പറയാൻ എങ്ങനെയാണെന്ന്. പക്ഷേ ഒന്നറിയാം, നമ്മുടെ റൂമിലെ വായു പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഓക്സിജനെ സഹായിക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഈ എ സിക്കകത്ത്. അങ്ങനെ ആനയോൺ എന്നൊക്കെയാണ് കാറ്റലോഗിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റൂം ഒന്ന് ഫ്രഷ് ആവും, എയർ ഫ്രഷ് ആവും. അതാണ് ഇതിൻ്റെ അകത്ത് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സിമ്പൽ. ഓക്കെ, ഇനി മോഡ് ഫങ്ഷൻ ഇതിൻ്റെ അകത്ത് 4-5 ഫങ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ മോഡ് ഓട്ടോമാറ്റിക് മോഡാണ്. ഓട്ടോമാറ്റിക് മോഡിന് ഓൾറെഡി കമ്പനി സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയാൻ മേലെങ്കിൽ ഓട്ടോമാറ്റിക് മോഡ് ഞെക്കുകയും ഇട്ട് കഴിഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയാൻ മേലെങ്കിൽ അധികം പണിയാൻ പോകാതിരിക്കും നല്ലത്. കാരണം ഇത് ലോക്കായി പോകും അങ്ങനെയൊക്കെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് മോഡിൽ നമുക്ക് ടെമ്പറേച്ചർ താത്തുകയും കൂട്ടുകയൊക്കെ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. പിന്നെ രണ്ടാമത്തെ മോഡ് കൂൾ മോഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ സ്പ്ലിറ്റ് എ സി, പ്രധാനമായിട്ട് ഞാൻ സ്പ്ലിറ്റ് എ സിയെ പറ്റി കേട്ടോ പറയുന്നത്. അപ്പം ഈ സ്പ്ലിറ്റ് എ സി കൂൾ എയർ കൂടുതൽ പമ്പ് ചെയ്യും. ഇതിൻ്റെ അകത്ത് നമുക്ക് മൈനസും പ്ലസും ഇതിൻ്റെ അകത്തും സെയിം എല്ലാം ചെയ്യാം. ഫാനൊക്കെ കൺട്രോൾ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഫാനിൻ്റെ നമുക്ക് സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ വഴിയെ പറയാം. കൂൾ മോഡ് ഇതിൻ്റെ പിന്നെ ഇലക്ട്രിസിറ്റി ഇച്ചിരിയൊക്കെ കൂടുതലാവും ഈ 24 ഇട്ട് കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ എങ്ങനെ കളിച്ചാലും ഇത്തവണ ഈ 2020 ഇപ്പം ഞാൻ പേപ്പറിൽ ഇന്നലെ ഞാൻ പേപ്പറിൽ വായിച്ച 44 ഡിഗ്രി വരെയൊക്കെ പോകുന്ന. അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരിക്കലും 24 ഇടരുത്, ഒരു 28 ഇട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എ സി ഒന്ന് നല്ലതായിട്ട് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഔട്ട്ഡോർ യൂണിറ്റ് വെച്ചിരിക്കുന്ന അടുത്തൊന്ന് ഒരു ഷെയ്ഡൊക്കെ കൊടുക്കാൻ നോക്കുക. അതിൻ്റെ അകത്തോട്ട് അധികം വെയിൽ അടുപ്പിക്കരുത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇലക്ട്രിസിറ്റി നമുക്ക് കുറയ്ക്കാം. ഞാൻ വേഗം പറഞ്ഞു, അല്ലെ നിങ്ങൾക്ക് ബോറാവും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കൂൾ മോഡ്, ഈ ഡ്രൈ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ കൊറോണ വൈറസൊക്കെ ഭയങ്കരമായിട്ട് വ്യാപിച്ചിരിക്കുക. അപ്പം ഈ ഹ്യൂമിഡിറ്റി, നമുക്ക് ഈ റൂമിൽ വേർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതായത് നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേനും വേർപ്പായിരിക്കും. അപ്പോൾ ഈ വേർപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഓൺ ചെയ്താൽ മതി. ഇത് ഓൺ ചെയ്ത് 2 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേനും റൂമൊക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്തിടണം. ഇല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. പക്ഷേ എന്നാലും നമ്മൾ റൂം അടച്ചിട്ടിട്ട് ഈ മോഡ് ഓൺ ചെയ്യാവുള്ളൂ. റൂം ലോക്ക് ചെയ്തിട്ട് ഈ മോഡ് ഓൺ ചെയ്തിട്ടിട്ട് പോയാലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാൻ ഇട്ടാണെങ്കിലും കിടക്കാം. ഈ കൂൾ മോഡ് ഒന്നും എ സി ഓൺ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ ഇത് 2 മണിക്കൂറെങ്കിലും ഓൺ ചെയ്ത് വെക്കണം, ഈ ഡ്രൈ മോഡ്. ഇതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ റൂമിലെ ടെമ്പറേച്ചർ പ്രത്യേകിച്ച് വേർപ്പൊഴുകുന്നൊരവസ്ഥയില്ലേ മഴ പെയ്യുമ്പോഴും, പിന്നെ ആ ഒരു അവസ്ഥ ഹ്യൂമിഡിറ്റി ഇതെടുത്തങ്ങ് പുറത്ത് കളയും. റൂമിലെ വെള്ളമായിട്ട് എ സി എടുത്ത് പുറത്ത് കളയും. അപ്പോൾ ഇത് ഓൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ആ ഡ്രെയിനേജ് പൈപ്പിൽ കൂടെ വെള്ളം പോകുന്നതാണ് കേട്ടോ. പിന്നെ ജനലും വാതിലൊന്നും ഓപ്പൺ ചെയ്ത് വയ്ക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ ദോഷം ചെയ്യും ഭയങ്കരമായിട്ട്. ഇത് 2 മണിക്കൂർ കൂടുതൽ ഓൺ ചെയ്ത് വയ്ക്കരുത്. ഓക്കെ, ഇപ്പോൾ ഡ്രൈ മോഡ് പറഞ്ഞു. ഇനി അടുത്ത മോഡ് ഫാൻ മോഡിൽ ഫാൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഡ്രൈ മോഡല്ല ഫാൻ മോഡ്, അത് പ്രത്യേകം ഓർക്കുക. ഡ്രൈ മോഡ് വേറെ, ഫാൻ മോഡ് വേറെ. ഫാൻ മോഡിൽ നമുക്ക് ഫാൻ മാത്രം ഓൺ ചെയ്യാം. അത്യാവശ്യം റൂമൊക്കെ കൂളിംഗ് ആയി കഴിഞ്ഞാൽ ഈ ഫാൻ മോഡിലോട്ട് ഇട്ടാൽ മതി. കാരണം റൂമിലൊരു എയറിൻ്റെ ഒരു സർക്കുലേഷൻ മതി. അപ്പോൾ കറക്റ്റായിട്ട് എ സിയുടെ ആണെങ്കിൽ ഈ മുകളിലോട്ടും താഴോട്ടുമൊക്കെ കറക്റ്റ് നിങ്ങളുടെയൊക്കെ എ സി 4 സൈഡിലോട്ടുള്ള എ സി ഉണ്ട്, അല്ലാണ്ട് 2 സൈഡിലോട്ടും ഈ ഫാൻ പോകുന്ന എ സി ഉണ്ട്. അപ്പോൾ ഏതായാലും ഫാൻ മാത്രം ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഉറങ്ങുകയും ചെയ്യാം, വൈദ്യുതി ലാഭിക്കുകയും ചെയ്യാം.
ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണേ. ഹീറ്റ് മോഡ് നമ്മുടെ നാട്ടിലിപ്പോൾ തൽക്കാലം ആവശ്യമില്ലാത്തതാണ്. പിന്നെ നമുക്ക് മഞ്ഞുകാലത്തൊക്കെ ഓൾ വെതർ എ സി ഒക്കെ ആണെങ്കിൽ ഹീറ്റ് മോഡ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എ സിയുടെ ഒരു പ്രത്യേക സെറ്റിംഗ് ഉണ്ട് അതിൻ്റെ അകത്തൂടെ ചൂട് കാറ്റ് പുറത്ത് വരും. പിന്നെ ആ ഒരു സെറ്റിംഗ് ഇല്ലാത്ത എ സി ആണെങ്കിൽ എങ്കിലും ഹീറ്റ് മോഡ് കാണും. അതൊരു വേറൊരു പ്രത്യേക രീതിയിൽ വാം എയർ പുറത്തോട്ട് വരും. ഇതാണ് ഹീറ്റ് മോഡ്. ഓക്കെ. പിന്നെ ഇത് സാധാരണ ഹീറ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ 4/1 കറണ്ട് ചാർജ് ആവുള്ളൂ. ഹീറ്റ് മോഡ് എ സിയിൽ നമ്മൾ ഓൺ ചെയ്യുവാണെങ്കിൽ. അങ്ങനെ 4 മോഡ് ഞാൻ പറഞ്ഞു. ഓട്ടോ മോഡ്. പിന്നെ ഉള്ളത് സ്മാർട്ട് സേവർ. ഇത് വൈദ്യുതി ചാർജ് നമുക്ക് ഒത്തിരി കുറയ്ക്കാം ഈ സ്മാർട്ട് സേവർ വെച്ചിട്ട്. ചുമ്മാ ഞെക്കിയും കിട്ടിട്ടാൽ മതി. പിന്നെ ഈ ബട്ടണും വലിയ വ്യത്യാസമൊന്നുമില്ല, ഈ സ്മാർട്ട് സേവറും ഈ ഗുഡ് സ്ലീപ്പൊന്നും. ഇത് കാരണം ഇത് രണ്ടും നമ്മൾ ഒരു 8-9 മണിക്കൂറൊക്കെ എ സി യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു 5-6 മണിക്കൂർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതൊക്കെ കറക്റ്റാണ്. ഇത് രണ്ടും ഞെക്കിയിട്ട് കഴിഞ്ഞാൽ അത്ര വൈദ്യുതി ചാർജൊന്നും ആകത്തില്ല. ഓക്കെ. പിന്നെ ക്വയറ്റ് എന്ന് പറഞ്ഞാൽ എ സി ഇപ്പോൾ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ട്, കാറ്റിൻ്റെയൊക്കെ ശബ്ദമാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തുനിന്ന് പല ശബ്ദങ്ങളും വരും. കാരണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഐസൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കൂടുതൽ. അപ്പോൾ ഇതൊക്കെ സൗണ്ട് വരും. സോ ഇതങ്ങ് ഞെക്കിയിട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ ഇപ്പോൾ ഹൈ സ്പീഡാണെങ്കിൽ ലോ ആവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ലോ ആകും. ഇതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്യുന്നൊക്കെ സ്പീഡ് കുറയും. അപ്പം നമുക്ക് സൗണ്ട് കേൾക്കില്ല അതിൻ്റെ അകത്തുനിന്ന്. ഓക്കെ. ക്വയറ്റ് മോഡാണെങ്കിൽ ഇത് ക്വയറ്റ് മോഡ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ലേറ്റസ്റ്റ് അഡ്വാൻസ് എ സിക്കൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടാകാറില്ല. എങ്കിലും ക്വയറ്റ് മോഡ് ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കമ്പനികൾക്കനുസരിച്ചാണല്ലോ. പിന്നെ ടർബോ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പം 16 ഡിഗ്രിയിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. 16 ഡിഗ്രിയിൽ ഇത് ഈ എ സി നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ 16 ഡിഗ്രി അപ്പം ചിലപ്പം 26 റൂമിലെ ടെമ്പറേച്ചർ ചിലപ്പോൾ 28 ഒക്കെ ആയിരിക്കും. 28 ആണെങ്കിൽ ഇത് 16 ഡിഗ്രി ആകാൻ കുറഞ്ഞത് റൂം 1 മണിക്കൂർ എടുക്കും 16 ഡിഗ്രി ആകാൻ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഹൈ ഫാസ്റ്റായിട്ട് ഒരു കൂളിംഗ് വേണമെങ്കിൽ ഇതെപ്പടി ഞെക്കുവാണെങ്കിൽ എത്ര സമയം വേണം? അപ്പോൾ 30 മിനിറ്റും കൊണ്ട് ആകുന്നെങ്കിൽ 15 മിനിറ്റും കൊണ്ട് നമുക്ക് കൂളിംഗ് ആവും. അതായത് നമ്മൾ എവിടെയാണോ ആളിരിക്കുന്നത്, മിക്കവാറും താഴെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം എവിടെയാണോ ഇപ്പോൾ എ സി ഇവിടെ വെച്ചേക്കുവാണെങ്കിൽ ഇവിടെ എ സി വെച്ചേക്കുക, ഇത് എ സിയാണ്, ഇത് ഞാനിരിക്കുക ഇവിടെ, ഈ താഴെ ഇരിക്കുക. അപ്പം ഈ ഹൈ ഫാസ്റ്റായിട്ട് ഈ കൂൾ എയർ ഇങ്ങോട്ട് ഇത് എ സി ഇങ്ങോട്ട് പുഷ് ചെയ്യും. ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴത്തേനും ഇവിടെയുള്ള ചൂട് എയർ മുകളിലോട്ട് മാറും. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ലൊരു കൂളിംഗ് കിട്ടും. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പം പൈസയാവും, അത്യാവശ്യം ഈ ഇലക്ട്രിസിറ്റി ആവും. ഇത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ഹെവി ഫാസ്റ്റ് കൂളിംഗ്. പിന്നെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ചാണ് ഇത്. നമ്മുടെ കാറ്റ് വരുന്നില്ലേ മുമ്പിൽ നിന്ന് സ്പ്ലിറ്റ് എ സിയുടെ, ആ കാറ്റ് വരുന്നത് ഇതിന് വെർട്ടിക്കൽ എന്നാണ് പറയുന്നത്. വെർട്ടിക്കലായിട്ട് കാറ്റ് വരും ഇത് ഞെക്കിക്കഴിഞ്ഞാൽ. അതായത് നമ്മുടെ ഫ്ലിപ്പ് ഇങ്ങനെ അടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ സ്വിച്ചിൻ്റെ ഇത് കൊടുത്തേക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഓട്ടോമാറ്റിക് ഞെക്കുമ്പോൾ അത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം. ഇപ്പോൾ താഴോട്ട് വേണോ, കറക്റ്റ് എൻ്റെ നേരെ വേണോ, മുകളിലോട്ട് വേണോ എന്നൊക്കെ നമുക്കിത് കൺട്രോൾ ചെയ്ത് നിർത്താം. ഇത് ഞെക്കി നോക്കിയാൽ മതി. പിന്നെ ഫാന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫാനിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നോ, ഫാൻ മോഡ് ഹീറ്റ് മോഡ് കഴിഞ്ഞ് അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഫാനിൻ്റെ സെപ്പറേറ്റ് ഫാൻ നമുക്ക് അത് കൺട്രോൾ ചെയ്യാം. അതായത് ചില എ സിക്കകത്തൊക്കെ ഫാനിന് വേണ്ടി മാത്രം മോഡുണ്ട്. അതിൻ്റെ അകത്ത് ഫാൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞോന്ന് ഓർക്കുന്നില്ല. ഇതിൽ നമുക്ക് ഫാൻ മാത്രം കൺട്രോൾ ചെയ്യാം. ഫാൻ വേറെ കോൾ എയറും ഹീറ്റ് എയറൊന്നും വരത്തില്ല. പിന്നെ ഡീലൈറ്റ് കൂൾ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിൽ ഇപ്പം ഞാൻ ഇപ്പോൾ ഏകദേശം 24 ഡിഗ്രിയിൽ ഇത് നമ്മൾ എ സി സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ 24 എ സിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിൽ ടെമ്പറേച്ചർ 30 ആയിരിക്കും. 30ൽ നിന്ന് ഇതിൽ കൊണ്ടുവരാൻ നേരത്ത് റൂമിലെ ഹ്യൂമിഡിറ്റിയും കാണും, ടെമ്പറേച്ചർ കാണും. ഇത് രണ്ടും കൂടെ ഒരു ബാലൻസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇത് 25 അല്ല 24 കൊണ്ടുവന്നിട്ട് ഹ്യൂമിഡിറ്റി, അതായത് ഡീഹ്യൂമിഡിഫയർ മെഷീൻ ഞാൻ പറഞ്ഞല്ലോ ഈ ഡ്രൈ മോഡ് ആക്ടിവേറ്റായി ഹ്യൂമിഡിറ്റി എടുത്ത് പുറത്ത് കളയുകയും സെയിം ടൈമിൽ നമുക്ക് ബാലൻസ് ആയിട്ട് അത്യാവശ്യം കൂൾ എയർ റൂമിൽ കിട്ടുകയും ചെയ്യുന്നു. ഇതാണ് ഡീലൈറ്റ് മോഡ്. പിന്നെ ഓട്ടോ ക്ലീൻ. ഇത് എ സി സ്വന്തമായിട്ട് വാഷ് ചെയ്യും. അതായത് ഇപ്പം രാവിലെ വരെ നമ്മൾ എ സി ഇട്ടേക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഐസൊക്കെ കൂടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ശേഷം ഇതൊന്ന് ഞെക്കുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് എ സിക്ക് അകത്തുനിന്ന് സൗണ്ടൊക്കെ കേൾക്കും. അപ്പം എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. അപ്പോൾ എന്നാന്ന് കഴിഞ്ഞാൽ ഈ എ സിക്കകത്ത് ഐസിനെ കാറ്റടിപ്പിച്ച് ഇത് ഐസൊക്കെ ഇങ്ങ് മാറ്റും. ഐസൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ബാക്ടീരിയ ഉണ്ടാവും, പിന്നെ പ്രശ്നമാവും.
അങ്ങനെ ബാക്ടീരിയയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യും. ഓക്കെ, ഇത് തന്നെ നമുക്ക് വലിയ പിടുത്തമില്ല ഈ ബട്ടൺ. ഇനി എന്തെങ്കിലും ഞാൻ നോക്കിയിട്ട്, ഇതെൻ്റെ സുഹൃത്തിൻ്റെ ആണേ, എൻ്റെ അല്ല. എൻ്റെ സുഹൃത്തിൻ്റെ ഓരോരുത്തരെ ഞാൻ റിമോട്ട് കൊണ്ടുവന്ന് അതിനെപ്പറ്റി കാറ്റലോഗ് പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഞാൻ നോക്കിയില്ല. പിന്നെ ഗുഡ് സ്ലീപ്പ്, ഞാൻ പറഞ്ഞല്ലോ ഗുഡ് സ്ലീപ്പ്, ഇതും ഈ ബട്ടണും ഈ സ്മാർട്ട് സേവറും ഏകദേശം സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. പിന്നെ ഓൺ ടൈമറും ഓഫ് ടൈമറും നമുക്ക് 2 മണിക്കൂർ ഇപ്പോൾ ഓൺ ടൈമർ ഇപ്പം ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ വരും, അതിൽ ഈ ഓൺ ടൈമറും ഓഫ് ടൈമറും ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്നാണ് സെക്കൻഡ് ഫംഗ്ഷനും. ഓൾറെഡി ഇപ്പോൾ 10 മിനിറ്റായി, നിങ്ങളിത് വീഡിയോ കേട്ട് ബോറടിച്ച് കാണും. അപ്പോൾ ശരി, എല്ലാവർക്കും താങ്ക്സ് എൻ്റെ വീഡിയോ കണ്ടതിന്. അപ്പം കൂടുതൽ വീഡിയോകൾക്കായി ഒരു ചാനലാക്കാനാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ശരി, താങ്ക്സ്.